നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കുമ്പളങ്ങ ഉപയോഗിച്ച് ഒരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഈ കുമ്പളങ്ങ ചെത്തി റെഡിയാക്കി ഒന്ന് നമ്മൾ കുമ്പളങ്ങ അഥവാ ഇളവങ്ക ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കുമ്പളങ്ങ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ്, ഇത് കളയരുത്, ഇത് നമുക്ക് വേണം. ഇനി നമുക്ക് അടുപ്പിലേക്ക് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രിസ്മസ് നമുക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. കിസ്മസ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എള്ള് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പിന് പകരം ഞാൻ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി മാറ്റാം. ഈ കുമ്പളങ്ങ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന കുമ്പളങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിത്തിരി മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. ഫുഡ് കളറിന് പകരമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമ്മൾ വറുത്ത് വെച്ചിരുന്ന
2 സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം റവ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വറ്റിച്ച് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതായത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.